ക്ഷേമ പദ്ധതികൾ അവയുടെ വിഹിതം 10,000 രൂപ കൈപ്പറ്റിയ വനിതകൾ നിതീഷ് കുമാറിനെ കൈവിട്ടിട്ടില്ല, അവരുടെ കുടുംബങ്ങളും കൈവിട്ടിട്ടില്ല. ജാതി വ്യത്യാസമില്ലാതെ, ജാതി മത വ്യത്യാസമില്ലാതെ തന്നെ വനിതകൾ വലിയ തോതിൽ സർക്കാരിന് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഇതുവരെ വന്ന ഡേറ്റയിൽ നിന്ന് വളരെ വ്യക്തമാണ്. സ്ത്രീകളുടെ വോട്ടിംഗ് ശതമാനം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തെരഞ്ഞെടുപ്പാണ് കടന്നുപോയത് ബീഹാറിനെ സംബന്ധിച്ച്. ആ തെരഞ്ഞെടുപ്പിൽ വനിതകളുടെ വലിയ തോതിലുള്ള അംഗീകാരം, ജനാംഗീകാരം നേടിക്കൊണ്ട് നിതീഷ് കുമാറിന്റെ കുതിപ്പാണ് കാണുന്നത്. ഇപ്പോഴും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി വരുന്നത് BJP ആണെങ്കിൽ പോലും നിതീഷ് കുമാർ ആയിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കത്തിനും ഇടമില്ല. നിതീഷ് കുമാർ മാൻ ഓഫ് ദ വോട്ട്. നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ സ്ഥിതി കൂടുതൽ മെച്ചപ്പെടുകയാണ്. ഒരു തരത്തിലും ഒരു ഭീഷണിയും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഇനി JDUവിന്റെ ഭാഗത്തു നിന്ന്, നിതീഷ് കുമാറിന്റെ ഭാഗത്ത് ഉണ്ടാകില്ല എന്ന ഉറപ്പുകൂടിയാണ്. ബീഹാറിലെ ഈ മിന്നും വിജയം സഖ്യം കൂടുതൽ ശക്തിപ്പെടുകയാണ്. എപ്പോൾ വേണമെങ്കിലും എന്ത് രാഷ്ട്രീയ തീരുമാനം എടുക്കാനും ശേഷിയുള്ള നേതാവാണ് നിതീഷ് കുമാർ എന്ന് പല ഘട്ടങ്ങളിൽ തെളിയിച്ചിട്ടുള്ളതാണ്. 24 മണിക്കൂർ സമയം വേണ്ട ഒരു സർക്കാരിനെ മറിച്ചിട്ട് മറുഭാഗത്ത് പോയി വീണ്ടും മുഖ്യമന്ത്രിയാകുന്നത് 2015-ൽ 17-ൽ ഉൾപ്പെടെ നമ്മൾ അത് കണ്ടതാണ്. 2015-ൽ BJP ഒരു ഭാഗത്ത് നിർത്തിക്കൊണ്ട് വിശാല മുന്നണിയായി RJDയും JDUവും കോൺഗ്രസും എല്ലാം കൈകോർത്ത് മത്സരിച്ച് മികച്ച ഭൂരിപക്ഷത്തിൽ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നു. നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി. പക്ഷേ പിന്നീട് വളരെ വേഗത്തിൽ പടലപ്പിണക്കങ്ങൾ, അതിന് പിന്നാലെ 24 മണിക്കൂറിനുള്ളിൽ രാഷ്ട്രീയ മാറ്റം സംഭവിച്ചു. സമാനമായ നീക്കങ്ങൾ അതിന് മുൻപും അതിന് ശേഷവും നിതീഷ് കുമാർ നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു നേതാവ് അപ്പോൾ ബീഹാറിലെ തിരഞ്ഞെടുപ്പ് ഫലം അത് തിരിച്ചടി ആണെങ്കിൽ അത് NDAയിൽ ഒരുപക്ഷെ പ്രതിസന്ധികൾക്ക് ഇടവരുത്തിയേനെ. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട പിന്തുണയിൽ പോലും ഒരുപക്ഷെ അത് പ്രതിഫലിച്ചേനെ. ഇപ്പോഴിതാ സുദൃഢമായ ഒരു സർക്കാർ ബീഹാറിൽ NDAക്ക് രൂപീകരിക്കാൻ കഴിയുന്നു എന്ന് വരുമ്പോൾ, നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയർത്തപ്പെടുന്നു എന്ന് വരുമ്പോൾ, വീണ്ടും അധികാരത്തിലേക്ക് നിതീഷ് കുമാർ എത്തുമ്പോൾ സ്വാഭാവികമായി 2029 വരെ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന് ഒരു തരത്തിലുള്ള ഭീഷണിയും JDUയുടെ ഭാഗത്ത് ഉണ്ടാകില്ല എന്ന കാര്യം കൂടി വ്യക്തമാവുകയാണ്. ലീഡ് നില സംബന്ധിച്ച മാറ്റം മറിച്ചിലുകൾക്ക് ഇനി പ്രസക്തിയില്ല. 188 NDA സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുകയാണ്. മഹാഗഡ്ബന്ധൻ 51 ഇടങ്ങളിലും മറ്റുള്ളവർ 4 ഇടങ്ങളിലും മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലെക്സ് ആണ് ഈ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ബീഹാർ എന്നാൽ നിതീഷ് കുമാർ എന്ന് പ്രഖ്യാപിക്കുന്നു ബീഹാറിലെ ജനത. അക്ഷരാർത്ഥത്തിൽ അത് പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പാണ് കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 20 വർഷം 2 പതിറ്റാണ്ട് ബീഹാറിനെ നയിച്ച നിതീഷ് കുമാറിനെ തന്നെ വീണ്ടും കൂടിയ ഭൂരിപക്ഷത്തിന്, ആ മുന്നണിയെ തന്നെ വീണ്ടും വർദ്ധിച്ച ഭൂരിപക്ഷത്തിന് ഭരണമേൽപ്പിച്ചിരിക്കുകയാണ് ബീഹാറി ജനത. ഒരു ദുസ്വപ്നത്തിലുമില്ലാത്ത തിരിച്ചടി രാഷ്ട്രീയ ജനതാദളും കോൺഗ്രസും ഏറ്റുവാങ്ങിയിരിക്കുന്നു. കോൺഗ്രസ് 7 സീറ്റിലേക്ക്, 61 സീറ്റിൽ മത്സരിച്ചിട്ട് 7 സീറ്റിലേക്ക് പരിമിതപ്പെട്ടു പോയിരിക്കുന്നു. കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ റിവൈവൽ എന്ന രാഷ്ട്രീയ സ്വപ്നം, ബീഹാറിന്റെ മണ്ണിൽ നിന്ന് ഇന്ത്യ മുന്നണിയുടെ ഉയർച്ച എന്ന രാഹുൽ ഗാന്ധിയുടെ സ്വപ്നം പാഴായിരിക്കുന്നു. വലിയ തിരിച്ചടിയാണ്. RJDയുടെ സ്വന്തം തട്ടകങ്ങളിൽ പോലും വലിയ തിരിച്ചടിയാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. രാഘവ്പൂരിൽ ഇപ്പോഴും 101 വോട്ടുകൾക്ക് പിന്നിലാണ് തേജസ്വി യാദവ്. ഒരു പക്ഷേ ആ ഒരു സ്കെയറിനെ അതിജീവിച്ചേക്കാം. RJD രാഘവ്പൂരിൽ നിന്ന് അന്തിമമായി വിജയിച്ചു വന്നേക്കാം. എന്നാൽ പോലും അവരുടെ സ്വന്തം തട്ടകങ്ങളിൽ ഏറ്റുവാങ്ങിയിരിക്കുന്ന തിരിച്ചടി, സീമാഞ്ചൽ മേഖലയിൽ ഏറ്റുവാങ്ങിയിരിക്കുന്ന തിരിച്ചടി, ഇതൊക്കെ സമാനതകളില്ലാത്തതാണ്. RJD തോൽക്കുമെന്ന് പ്രതീക്ഷിച്ചാൽ പോലും ഇത്രയും വലിയ തോൽവി അവർ ഒരു ഘട്ടത്തിലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. നിതീഷ് കുമാറും BJPയും രണ്ടുപേരും വമ്പിച്ച വിജയം നേടുന്നു. 190 സീറ്റിലേക്ക് എത്തി. ഇപ്പോൾ 188 ആണ് NDAയുടെ ടാലി. അതിൽ 10 സീറ്റ് അധികം, JDUവിനേക്കാൾ അധികം BJPക്കാണ്.